നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലക്സ് നമ്പറിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കഴിയാൻ പറ്റുമെങ്കിൽ ക്വാഡ്രാറ്റിക് ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടിയുണ്ട്. തീർക്കാൻ പറ്റി നമുക്ക് ക്ലാസ് കൊണ്ട് തീർക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു നിർത്തി. എന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്? ആർഗൻ പ്ലെയിൻ ആണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്. എന്താ ആർഗൻ പ്ലെയിൻ? റിയൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും, എക്സ് ആക്സിസിൽ റിയൽ നമ്പർ റിയൽ പാർട്ടും വൈ ആക്സിസിൽ ഇമാജിനറി പാർട്ടും എടുത്തിട്ട് ആ കോംപ്ലക്സ് നമ്പറിനെ കോർഡിനേറ്റ് ആയിട്ട് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനിന് പറയുന്ന പേരാണ് ആർഗൻ പ്ലെയിൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് ആയിട്ട് എന്ത് സംഭവം റെപ്രസെന്റ് ചെയ്താലും അതിനെ ഏത് രൂപത്തിലും റെപ്രസെന്റ് ചെയ്യാം, പോളാർ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. പോളാർ ഫോം എന്ന് പറഞ്ഞ ഉടനടി നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? സർക്കിളും റെപ്രസെന്റ് ചെയ്യുന്നതാണ് പോളാർ ഫോം. സർക്കിൾ ആയതുകൊണ്ട് അതിന് ഉറപ്പായിട്ട് എന്തുണ്ടാവും? റേഡിയസ് ഉണ്ടാവും അല്ലെ. പിന്നെ സർക്കിളിന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും ഓരോ സർക്കിൾ വരച്ചിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഓരോ ആംഗിളും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് 0 ഡിഗ്രിയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ പോയിന്റിന് എവിടെയാണ് നിൽക്കണേന്ന് നമ്മൾ പറയാ. അപ്പൊ 4 ക്വാഡ്രന്റ് ഉണ്ട്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ സംഭവം കൂടി വരും. അപ്പൊ പോളാർ കോർഡിനേറ്റ്സിൽ 2 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിയണം, റേഡിയസും അറിയണം, ആറും അറിയണം, പിന്നെ എന്തും അറിയണം, തീറ്റയും അറിയണം അല്ലെ. ഇനി അത് എങ്ങനെയും കണ്ടുപിടിക്കുക, എന്താണ് പോളാർ ഫോം എന്നും കൂടിയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. എന്താണ് പോളാർ ഫോം? അപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെയും പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതണ്ടേ? തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണോ അതിന് ഏത് രൂപത്തിലാവും എഴുതുക, അതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം, പഠിക്കേണ്ട കാര്യം. എന്താ എഴുതണ്ടേ? Z ഈക്വൽ ടു R cos θ പ്ലസ് I ഇൻറ്റു R sin θ എന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ ഫോം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വന്നാലും ഉടനടി നമ്മൾ എഴുതി വയ്ക്കും Z ഈക്വൽ ടു R cos θ പ്ലസ് I ഇൻറ്റു R sin θ. കിട്ടിയോ? ഇനി അതിലെ 2 കാര്യങ്ങളാന്ന് പറഞ്ഞു പോളാർ ഫോമില്, ആറും വേണം, തീറ്റയും വേണം. ആറ് എങ്ങനെയാ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടാവും. ഇവിടെ എക്സ് കോർഡിനേറ്റ് എക്സ് കോമ വൈ ആണെങ്കിൽ അതിന്റെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഇതാണ് അതിന്റെ എന്ത് വരിക? റേഡിയസ് വരിക. ആ റേഡിയസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എത്ര എക്സ് ആണ്, ഓൾട്ടിറ്റ്യൂഡ് എത്രയാ വൈ ആണ് അല്ലെ. അപ്പോ 6 കാണാൻ എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മോഡുലസ് അല്ലെ. അടുത്തതാണ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയ കാര്യം, തീറ്റനെ വിളിക്കുന്ന പേരാണ് എന്താ പേര്? ആർഗ് സെറ്റ്. തീറ്റയുടെ പേരാണ് ആർഗ് സെറ്റ്. ഇനി തീറ്റ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ 0 തൊട്ട് 360 വരെയാണെങ്കിലും അതിന് 2 ഭാഗമായിട്ട് നമ്മൾ മുറിക്കും. എങ്ങനെ? 180 വരെ 0 തൊട്ടിട്ട് പ്ലസ് 180 വരെയും, പിന്നെ അടുത്തത് എവിടെ തൊട്ടാ? താഴെയുള്ള ഭാഗം നെഗറ്റീവ് റൊട്ടേഷനിലായിരുന്നു. അപ്പൊ ഇതെന്ന് പറയും -180 തൊട്ടിട്ട് 0 വരെയും പറയും. അപ്പൊ എപ്പോ തീറ്റ പറയുമ്പോഴും നമുക്ക് ഈ ഫിഗർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ നോക്കിയൊക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ സെഡ് എങ്കിൽ ഈ തീറ്റനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ആർഗ് സെറ്റ് അല്ലെ. അപ്പൊ ഈ ആർഗ് സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കണമെങ്കിൽ തീറ്റ തന്നെ. സെക്കൻഡിലാണെങ്കിൽ ആർഗ് സെറ്റ് എങ്ങനെ എഴുതണം? പൈ മൈനസ് തീറ്റ എന്ന് എഴുതണം, പഠിക്കണം. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയി, ഇതിന്റെ നെഗറ്റീവ് വരുമ്പോ പറയാ ചിഹ്നം മാറ്റി തിരിച്ചിടും അല്ലെ. നെഗറ്റീവ് ആയി ഒരു പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആയി നെഗറ്റീവ് ആവും. അപ്പൊ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് മറിഞ്ഞു വരുമ്പോ എന്ന് വരും തീറ്റ മൈനസ് പൈ. കണ്ടോ? അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ പൈ മൈനസ് തീറ്റയാണ് സെക്കൻഡിലെങ്കിൽ അതിന് നെഗറ്റീവ് ആയപ്പോ എന്ന് വന്നു തീറ്റ മൈനസ് പൈ. കണ്ടോ? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് ആയപ്പോ നെഗറ്റീവ് ആയപ്പോ എന്ന് വന്നു മൈനസ് തീറ്റ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ പഠിക്കേണ്ട കാര്യം? 4 ക്വാഡ്രന്റ് ഉണ്ട്. 4 ക്വാഡ്രന്റിലെ ആർഗ് സെറ്റ് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റിലെ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിലെ തീറ്റ മൈനസ് പൈ, അടുത്ത ഫോർത്ത് ക്വാഡ്രന്റിലെ ഇതിന്റെ നെഗറ്റീവ് വരുമ്പോ മൈനസ് തീറ്റ. അപ്പൊ ഇത് ഇനി നോട്ടില് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി, ഇനി റെപ്രസെന്റേഷൻ എഴുതണമെന്നില്ല, ഇതും കൂടി എഴുതി വെക്കാം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ബോട്ടം നോക്കി എഴുതിയെടുക്കുക. റെപ്രസെന്റ് ദ പോയിന്റ് പി ഇൻ പോളാർ ഫോം. കണ്ടോ? അപ്പോൾ ഫിഗർ വരയ്ക്കുക. എക്സും വൈ എക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് R എത്രയാന്ന് തന്നിട്ടുണ്ട്? 2 ആന്ന് തന്നിട്ടുണ്ട്. ആംഗിള് π/6
എന്നും തന്നിട്ടുണ്ട്. ഇനി ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പോയിന്റ് പിനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമുക്കറിയണം. ഒന്ന് ശ്രമിച്ചു നോക്കിയേ. നമ്മൾ ഇതുവരെ പഠിച്ച ഇപ്പം ഈ പറഞ്ഞ ഐഡിയ ആയിട്ട് ഒന്ന് കോപ്പപ്പ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. പ്രോബ്ലം എങ്ങനെയാവും ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കണേ? ഇത് പോളാർ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലെ. പോളാർ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ അറിയണ്ട. ആറും അറിയണം, തീറ്റ അറിയണം. ആറ് എത്രയാ? റേഡിയസ് ഇപ്പൊ 2 തന്നു. ആംഗിൾ എത്രയാ തന്നിരിക്കുന്നത്? π/6 ആണ്. അപ്പൊ ആറും റേഡിയസും തന്നു കഴിഞ്ഞാൽ പോളാർ ഫോം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരേണ്ടത് ഏതാ? Z = എന്ന് ഓർമ്മ വരണ്ടേ? r cos θ പ്ലസ് I × r sin θ അല്ലേ. അപ്പൊ ഇതിന്റെ ഫോം r എത്രയാ? 2 ആണ്. അപ്പൊ എത്ര വരിക? 2 cos എത്ര വരും? π/6 പ്ലസ് I × 2 sin π/6. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്ത് ഫോമായി? പോളാർ ഫോമായി. നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഇനി ഇതിന് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള റിയൽ പാർട്ടും ശരിക്കുള്ള ഇമാജിനറി പാർട്ടും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നും കൂടി സൈൻ π/6ന്റെ വാല്യൂ നമുക്കറിയാം, കോസ് π/6ന്റെ വാല്യൂ നമുക്കറിയാം. π/6 എത്രയാ? 30 ആണ്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ആൻസർ എത്രയാ വരിക? 2 × cos π/6 എത്രയാ? cos 30. cos 30 എത്രയാ? √3/2 അല്ലെ. I × 2 × sin 30 എത്രയാ? 1/2 അല്ലെ. അപ്പൊ എന്തുണ്ടാവുക? ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി, ഇവിടുത്തെ ഈ 2 വെട്ടിപ്പോയി. അപ്പൊ ശരിക്കും ആൻസർ എത്രയാ വരിക? √3 + I ആണ് ഏത്? ഈ പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. ഇത് ഏത് ഫോമിലെ? സാധാരണ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് എഴുതുകയാണെങ്കിൽ √3 + I ആണ് കോംപ്ലക്സ് നമ്പർ. പക്ഷെ അതിന്റെ പോളാർ ഫോം എന്താ എളുപ്പമായി? ഇത് രണ്ടും തന്നതുകൊണ്ട് പോളാർ ഫോം വേഗം എഴുതാൻ പറ്റി. അപ്പൊ എത്രയാ വരിക? 2 cos π/6 പ്ലസ് I × 2 sin π/6. ഇനി ഇതിനെ നമുക്ക് ആർഗൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ റിയൽ പാർട്ട് എത്രയാ? √3 ആണ്. ഇമാജിനറി പാർട്ട് എത്രയാ? 1 ആണ്. അപ്പൊ ഈ പോയിന്റ് ഏതാ? പി എന്ന് പറഞ്ഞ പോയിന്റ് √3,1 ഉണ്ടോ? അപ്പൊ ഈ ഒരേ കാര്യത്തിന് നമുക്ക് കൂടെ ഒരു കാര്യമുള്ളൂ. എന്താ കാര്യം? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ടാവും? റിയൽ ആക്സിസും വൈ ആക്സിസ് ഇമാജിനറി ആക്സിസുമായിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു പോയിന്റ് √3,1 റെപ്രസെന്റ് ചെയ്ത അതിന്റെ അർത്ഥം നമുക്കറിയാം. അതൊരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉള്ള കോംപ്ലക്സ് നമ്പർ ആണ്. അത് √3 + I ആണ് അതിന്റെ ഫോം. പിന്നെ മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ പോളാർ ഫോം ആണ് 2 cos π/6 പ്ലസ് I × 2 sin π/6 എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, അതിന്റെ r തന്നു, തീറ്റ തന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. മാത്രമല്ല അതിന് സാധാരണയുള്ള റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഇതിന്റെ നേരെ തിരിച്ചാണ് നമ്മൾ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോണേ. നമുക്ക് ഈ രൂപം തരും. ഏത്? സാധാരണ രീതിയിലെ കോംപ്ലക്സ് നമ്പറിന്റെ രൂപം തരും. എന്നിട്ട് ആറും തരില്ല, തീറ്റയും തരില്ല. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് മാറ്റണം? അതിനെ ഇതേ പോയിന്റിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റണം? പോളാർ റെപ്രസെന്റേഷനിലേക്ക് മാറ്റണം. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത പ്രോബ്ലം, റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ -1 + √3i ഇൻ പോളാർ ഫോം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങൾ വേണം. ആറും അറിയണം, മോഡുലസ് ആയിട്ട് എന്ന് പറയുന്ന ആറും അറിയണം, ആർക്ക് സെഡ് എന്ന് പറയുന്ന തീറ്റയും കണ്ടുപിടിക്കണം. ഏറ്റവും എളുപ്പം ഏതാ? 6 കണ്ടുപിടിക്കാനാണ് അല്ലെ. 6 കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെന്നാ ഫോർമുല പഠിച്ചേ? r = നമ്മൾ എന്ത് പഠിച്ചു? √(x² + y² എന്ന് പഠിച്ചു. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ നമുക്കറിയാം. അപ്പൊ ഇവിടെ x എത്രയാ? -1 + √3i എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ x എന്ന് പറഞ്ഞ ഭാഗം എത്രയാ? റിയൽ പാർട്ട് എത്രയാ? -1ഉം ഇമാജിനറി പാർട്ട് എത്രയാ? √3 ആണ് അല്ലെ. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? =√(-1² + √3² എന്ന് കിട്ടും. -1നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറും? അത് +1 ആയി മാറും. √3നെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര വരും? 3 വരും. 1 + 3 എത്രയാ? 4 ആണ്. 4ന്റെ റൂട്ട് എത്രയാ? 2 മതി. +or-2 ഇടേണ്ട കാര്യമില്ല, കാരണം ഇത് റേഡിയസ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരൂ, നെഗറ്റീവ് വരില്ല. അത് ഡിസ്റ്റൻസ് ആണ് എപ്പോഴും റേഡിയസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും 2 മാത്രമേ ഇടണ്ടോ, +or-2 എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ r = 2 കിട്ടി.
നമുക്ക് എന്താ അറിയണ്ടേ? ആർക്ക് സെഡ് അറിയണം. ആർക്ക് സെഡ് അറിയണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കണേന്ന് നോക്കിയിട്ട് വേണം ആർക്ക് സെഡ് അറിയണേക്ക് നമുക്ക് ഇത് ഓർമ്മ വരണം ഇല്ലേ? ഇത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ, ഈ ക്വാഡ്രന്റിലാണെങ്കിൽ ഇന്ന് ഓർമ്മ വരണ്ടേ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ മൈനസ് പൈ, ഇവിടെയാണെങ്കിൽ ഇന്ന് ഓർമ്മ വരണം മൈനസ് തീറ്റ. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കണേന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? എക്സിന്റെ വാല്യൂ നോക്കുക, വൈയുടെ വാല്യൂ നോക്കുക അല്ലെ? റിയൽ പാർട്ട് എത്രയാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് എക്സ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ എക്സ് ഡാഷ്, ഇത് എക്സ്, ഇത് വൈ ഡാഷ്, ഇതല്ലേ നമ്മുടെ എക്സും വൈയും ആക്സിസ്. ഇനി നോക്കാം, എക്സ് കോർഡിനേറ്റ് എത്രയാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് സൈഡിലല്ല നെഗറ്റീവ് സൈഡിലാണ് എക്സ് ആക്സിസ് എടുക്കുന്നത്. വൈ ആണെങ്കിലോ പോസിറ്റീവ് ആണ്, അപ്പൊ മുകളിലത്തെ സൈഡിലാണ്. അപ്പൊ ഇങ്ങോട്ടുള്ള സൈഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർക്ക് സെഡ് എന്താ വഴി പൈ മൈനസ് തീറ്റയാണ് നമ്മുടെ ആർക്ക് സെഡ്, നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇതിൽ എന്ത് കിട്ടണം? തീറ്റ കിട്ടണം. തീറ്റ കിട്ടാൻ എന്ത് ചെയ്യാം? ഒന്നിങ്ങനെ എക്സ് കോർഡിനേറ്റ്, എക്സിന്റെ വാല്യൂ റിയൽ പാർട്ടോ അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടോ ഏതെങ്കിലും ഒരു എടുത്താലും മതി. അപ്പൊ ഞാൻ ഈ തീറ്റ കിട്ടാനായിട്ട് ഞാൻ റിയൽ പാർട്ട് എടുത്തു. റിയൽ പാർട്ട് ഓഫ് സെഡ് എത്രയാ വരിക? നമ്മുടെ ഏറ്റവും ആദ്യം എഴുതുക പോളാർ ഫോം എന്ന് കണ്ട ആദ്യം എഴുതേണ്ടത് എന്താ? 1 + √3i = ഇത് ആദ്യം എഴുതി വെക്കേണ്ട, അത് തിരിച്ച് മാറില്ല. r cos θ പ്ലസ് i × r sin θ എന്ന് ഏറ്റവും ആദ്യം എഴുതി വെക്കേണ്ട ഒരു കാര്യം അത് മറന്നു കാര്യം. അപ്പൊ റിയൽ പാർട്ട് ഓഫ് സെഡ് എത്രയാ? -1. ഇവിടുത്തെ റിയൽ പാർട്ട് ഓഫ് സെഡ് എത്രയാ വരിക? r cos θ അല്ലെ? പിന്നെ ഇത് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? r cos θ = ചിഹ്നെടുക്കണ്ട, ചിഹ്നെടുത്ത് നമ്മൾ ഓൾറെഡി ചിഹ്നെടുത്തിട്ടാണ് നമ്മൾ ക്വാഡ്രന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ വീണ്ടും ചിഹ്നെടുത്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. അപ്പൊ ചിഹ്നെടുക്കണ്ട കേട്ടോ. അപ്പൊ r cos θ = 1. r എത്രയാ? 2 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 cos θ = 1. cos θ എത്ര കിട്ടുക? 1/2. cos θയുടെ ഏത് വാല്യൂവിനാണ്? തീറ്റയുടെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുക? 60 ഡിഗ്രിക്ക്. അതിന്റെ അർത്ഥം എന്താ? തീറ്റ എത്രയാന്ന് കിട്ടി? 60 ഡിഗ്രി. 60 ഡിഗ്രിന് നമ്മൾ എങ്ങനെയാ എഴുതുക? π/3. അപ്പൊ തീറ്റ കിട്ടി. നമുക്ക് ഇനി എന്ത് വേണം? ആർക്ക് സെഡ് എഴുതണം. അപ്പൊ ആർക്ക് സെഡ് എന്താവും വരിക? ഇതേയും ടീച്ചർ ഇപ്പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ആർക്ക് സെഡ് എന്താ നമ്മൾ എഴുതി വെച്ച? ആർക്ക് സെഡ് പൈ മൈനസ് തീറ്റ അല്ലെ? അപ്പൊ എന്ത് വരും? = π - π/3. π - π/3 എത്ര വരിക? പൈ LC എടുത്തു, 3 LC എടുത്തു, 3π - π. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2π/3. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോളാർ ഫോം എന്തെന്ന് വരും? പോളാർ ഫോമില് തീറ്റ r അറിഞ്ഞാൽ മതി, തീറ്റ അറിഞ്ഞാൽ മതി. രണ്ട് കാര്യം, r എത്രയാ? 2 ആന്ന് കിട്ടി, തീറ്റ എത്രയാന്ന് കിട്ടി? 2π/3 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ പോളാർ ഫോം എങ്ങനെയാ വരിക? r cos θ പ്ലസ് i × r sin θ എന്നല്ലേ? അപ്പൊ പോളാർ ഫോം എങ്ങനെയാ വരിക? -1 + √3i = r എത്ര കിട്ടി? 2. അപ്പൊ 2 cos θ എത്രയാ? π/3. ആർക്ക് സെഡ് 2 cos 2π/3 plus i × 2 sin 2π/3. വേണമെങ്കിൽ അതൊന്നും ഇങ്ങനെ ബ്രാക്കറ്റിലിടാം കേട്ടോ. കഴിഞ്ഞു. ഇതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എളുപ്പല്ലേ? അപ്പൊ എന്തൊക്കെയാ ചെയ്യണ്ടേ? ആറും തീറ്റയും കണ്ടുപിടിക്കലാണ് പോളാർ ഫോം. ആറ് കണ്ടുപിടിക്കാൻ ഫോം ഏതാ? √(x² + y²). തീറ്റ ആർക്ക് സെഡ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ആ തീറ്റ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്ക് സെഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്വാഡ്രന്റ് നോക്കണം. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നോക്കിയിട്ടാണ് ആർക്ക് സെഡ് ഏതാ വരിക തീരുമാനിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? റിയൽ പാർട്ട് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട്, ചിഹ്നം നോക്കാതെ ഇക്വേറ്റ് ചെയ്തിട്ട് തീറ്റ കണ്ടുപിടിക്കുക, തീറ്റയ്ക്ക് പകരം ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് iനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ പ്രോബ്ലം എഴുതിയെടുക്കുക. 4 പ്രോബ്ലം ബോർഡിൽ എടുക്കുന്നുണ്ട്. റെപ്രസെൻറ്റ് ദി ഫോളോയിങ് ഇൻ പോളാർ ഫോം: -1 - √3i, 1 - i, പിന്നത്തെ തേർഡ് വൺ 2i, പിന്നത്തത് -3i. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം -1 - √3i അല്ലേ? അപ്പോൾ എന്താ ഏറ്റവും ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞു? -1 - √3i = പോളാർ ഫോം ആണ് ഞാൻ ആദ്യം എഴുതേണ്ടത്. എന്താ? r cos θi പ്ലസ് i × r sin θ എന്ന് എഴുതി അല്ലേ? ഇനി ഇതിനെയാണ് നമ്മൾ സാധാരണ എങ്ങനെ എഴുതാറ്? x + iy എന്നാണ് എഴുതാറ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ആണ്. റിയൽ പാർട്ട് എത്രയാണ്? -1 ഉം ഇമാജിനറി പാർട്ട് എത്രയാ? √3 ആണ്. അപ്പൊ അതും കൂടി സൈഡിൽ എഴുതിക്കുക. x = -1 എന്നും അതുപോലെ y = -√3 എന്നും നമുക്കറിയാം
ഇത്രയും നമുക്കറിയാം. അപ്പൊ ഇനി നമുക്ക് ആറും വേണം തീറ്റയും വേണം. എന്റെ പോളാർ ഫോമിലേക്ക് ഈ ആറും വേണം, തീറ്റ എന്ന് പറഞ്ഞ ആർക്ക് സെറ്റും വേണം. ആറ് കാണാനുള്ള വഴി എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത് മതി, ഇത് എഴുതിക്കോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ. റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് -√3യുടെ സ്ക്വയർ അല്ലേ? ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആവും, ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആവും, റൂട്ട് പോവും, 3 ആവും. നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് എന്ത് കിട്ടും? 1 + 3 കിട്ടും, √4 കിട്ടും, +4 - 2 എഴുതില്ല, റേഡിയസ് ആയതുകൊണ്ട് 2 മാത്രം. അപ്പൊ 6 കിട്ടി ഇല്ലേ? ഇനി നമ്മൾ തീറ്റ നിശ്ചയിക്കണം. തീറ്റ നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ ആർക്ക് സെറ്റ് നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം എന്താ ചെയ്യുക? ക്വാഡ്രന്റ് തീരുമാനിക്കും. ക്വാഡ്രന്റ് തീരുമാനിക്കാൻ വേണ്ടി ഈ ചിത്രം വരയ്ക്കും. ഇതാണെങ്കിൽ തീറ്റ, ഇതാണെങ്കിൽ തീരുമാനിക്കുക π-θ, ഇതാണെങ്കിലോ θ - π, ഇതാണെങ്കിലോ -θ. ഇനി ഇതിൽ എവിടെയൊക്കെ എടുക്കാമെന്ന് എങ്ങനെയാ നോക്കുക? എക്സും വൈയും നോക്കിയിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എക്സ് എത്രയാ? -1, വൈ എത്രയാ? -1 അല്ലെ? റിയൽ പാർട്ടും നെഗറ്റീവ് ആണ്, ഇമാജിനറി പാർട്ടും നെഗറ്റീവ് ആണ് അല്ലെ? റിയലും ഇമാജിനറിയും നെഗറ്റീവ് ആണ്. അപ്പൊ എക്സ് ആണ് ഈ സംഭവം അല്ലെ? എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്, എക്സ് ഡാഷ് അല്ലെ? എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്. അപ്പൊ എക്സിന്റെ നെഗറ്റീവ് സൈഡിലേക്ക്, വൈയും നെഗറ്റീവ് അല്ല, അപ്പൊ വൈയുടെ മോളിക്കല്ല നെഗറ്റീവ് സൈഡിലേക്ക്. അപ്പൊ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർക്ക് സെറ്റ് എന്താ വരേണ്ടത്? θ - π ആണ് വരേണ്ടതെന്ന് ഉറപ്പിച്ചു. ഇനി എന്ത് തീരുമാനിക്കണം? തീറ്റ തീരുമാനിക്കണം. തീറ്റ തീരുമാനിക്കുക എങ്ങനെ തീരുമാനിക്കുക? റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തു. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാ? റിയൽ പാർട്ട് ഓഫ് ഇസഡ് -1 ആണ്. അതിവിടെ നമുക്ക് പോളാർ ഫോമിൽ എഴുതുമ്പോൾ എന്ന് എഴുതുക? r cos θ ആണ്. r cos θ = -1. ഇനി ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഇനി എടുക്കേണ്ട കാര്യമില്ല, ഇവിടെ ഓൾറെഡി നെഗറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ആർക്ക് സെറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ എന്ത് എഴുതാൻ പാടില്ല? നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തെറ്റും. അപ്പൊ നെഗറ്റീവ് ചിന്തിക്കേ വേണ്ട, നെഗറ്റീവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇനി ചിഹ്നമില്ലാതെ ആർക്ക് സെറ്റ് എത്രയാന്ന് എഴുതി? 1 ആണ് കിട്ടി. r എത്രയാ? 2 ആണ്. അപ്പൊ ഇത്തിരി ഇവിടെ നീക്കി എഴുതണ്ട കേട്ടോ. 2 cos θ = 1. അപ്പൊ എന്താ കിട്ടി? cos θ = 1/2. നേരത്തെ പറഞ്ഞ പോലെ cos θ 1/2 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാ? 60 ഡിഗ്രി ആണ്. എന്ന് പറഞ്ഞാൽ π/3 ആണ് നമുക്ക് കിട്ടി. ഇതുകൊണ്ട് നമ്മുടെ ആർക്ക് സെഡ് ആയിട്ടില്ല. ആർക്ക് സെഡ് എന്താ കിടക്കണ്ടേ? θ - π ആണ്. അപ്പൊ ആർക്ക് സെഡ് = θ - π. തീറ്റ എത്രയാ? π/3 - π. അപ്പൊ നമ്മൾ LC എടുത്തു, 3 LCM വന്നു, π - 3π. അപ്പൊ ആൻസർ എന്ത് കിട്ടി? -2π/3 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നമ്മുടെ ആർക്ക് സെഡ് കിട്ടി. 2 കിട്ടി, θ - 2π/3 കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പോളാർ ഫോമിലേക്ക് പിന്നെ ഇതൊക്കെ മാറ്റിയാണ്. അപ്പൊ പോളാർ ഫോമിൽ നിന്ന് വരും r cos θ + i × r sin θ. നമുക്ക് ഇപ്പൊ എങ്ങനെ എഴുതാം? therefore polar form is എങ്ങനെ എഴുതണം? 2 cos -2π/3 plus I into 2 sin -2π/3. ഇതാണ് എന്ത്? പോളാർ ഫോം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 1 - i അല്ലെ? അപ്പൊ ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്യാൻ ശ്രമിക്കാം. 1 - i. അപ്പൊ എന്താ ആദ്യം എഴുതേണ്ടത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങാം. 1 - i. ഏറ്റവും ആദ്യം പോളാർ ഫോം കണ്ട് എഴുതേണ്ടേ? r cos θ + i × r sin θ എന്ന് എഴുതി അല്ലെ? പിന്നെ നമുക്ക് ആറിലേക്ക് എന്ത് വേണം? എക്സും വൈയും വേണം. അപ്പൊ നമ്മൾ ഇതിനെ x + iy എഴുതി. അപ്പൊ ഇതിന് x എത്രയാ? 1ഉം y എത്രയാന്ന് കിട്ടി? -1ഉം ആണ്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടി. ഇനി വേഗം തന്നെ r കണ്ടുപിടിച്ചു. rന്റെ ഫോമിൽ എന്താ? x² + y² ആണ്. അപ്പൊ = √1² + -1² 1ന്റെ സ്ക്വയർ എടുത്താൽ അത് 1 തന്നെ, -1ന്റെ സ്ക്വയർ എടുത്താലും 1 തന്നെ. 1 + 1 എത്ര കിട്ടി? 2 കിട്ടി. 2ന് റൂട്ടില്ലാത്ത സ്ഥിതിക്ക് √2 കിട്ടി എഴുതി. +or-2ലെ പ്ലസ് മാത്രം എടുത്താൽ മതി, റേഡിയസ് ആയതുകൊണ്ട്, ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. അപ്പൊ മോഡുലസ് കിട്ടി. ഇനി ഏത് കിട്ടണം? തീറ്റ കിട്ടണം. തീറ്റ തീരുമാനിക്കുക എങ്ങനെയാ? നമ്മൾ ഉടനടി അടി ഇത് വരയ്ക്കും അല്ലെ? ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്, അഗൈൻ ഇത് x ഡാഷ്, ഇത് y, ഇത് x ഡാഷ്, ഇത് x. ഇനി എന്ത് നോക്കിയിട്ട് നമ്മൾ ആർക്ക് സെറ്റ് തീരുമാനിക്കേണ്ടത്? എക്സും വൈയും നോക്കിയിട്ട്, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം നോക്കിയിട്ട്. റിയൽ പാർട്ടിന്റെ ചിഹ്നം എത്രയാ? പ്ലസ് ആണ്. അപ്പൊ പോസിറ്റീവ് സൈഡിലേക്കാണ് മനസ്സിലായി. ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം എത്രയാ? നെഗറ്റീവ് ആണ്. അപ്പൊ താഴത്തേക്കാണ് മനസ്സിലായി.
അല്ലേ? അപ്പൊ ഇത് എഴുതാൻ പറഞ്ഞല്ലോ, അത് തീറ്റ, ഇത് പൈ മൈനസ് തീറ്റ, ഇത് തീറ്റ മൈനസ് പൈ, ഇവിടെ നിന്ന് എഴുതണ്ടേ മൈനസ് തീറ്റ. ഇനി നമ്മുടെ ഏതിലാണ് എടുക്കണേ? റിയൽ പാർട്ട് 1 പോസിറ്റീവും ഇമാജിനറി പാർട്ട് നെഗറ്റീവും ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ക്വാഡ്രന്റിലാണ് മനസ്സിലായതുകൊണ്ട് ആർക്ക് സെറ്റ് എന്തെന്നാ വരിക എന്ന് മനസ്സിലായി, മൈനസ് തീറ്റയാണ് വരിക എന്ന് കിട്ടി. കണ്ടോ? ഇനി മൈനസ് തീറ്റയിലെ തീറ്റ എത്രയാന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു? റിയൽ പാർട്ട് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ചിഹ്നം വേണ്ട. അപ്പൊ റിയൽ പാർട്ട് എടുത്തു. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇമാജിനറി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്താ? ആർ കോസ് തീറ്റയാണ്. അത് എത്രയാ? റിയൽ പാർട്ട് 1 ആണ് അല്ലേ? അപ്പൊ ആർ എത്രയാ? √2 ആണ്. അപ്പൊ √2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പൊ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/√2. കണ്ടോ? ഇനി തീറ്റ കിട്ടാൻ നമുക്ക് ഷിഫ്റ്റ് അടിച്ച് കോസ് ഇൻവേഴ്സ് അടിച്ചാലും മതി കേട്ടോ. ആൻസർ കിട്ടാനും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 45 എന്ന് നമ്മുടെ കാൽക്കുലേറ്ററിൽ വരും. അപ്പൊ തീറ്റ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 45 ഡിഗ്രി. ഡിഗ്രി പറ്റില്ല, എന്ത് വേണം? റേഡിയനിൽ വേണം. അപ്പൊ എത്ര കിട്ടി? π/4. ഇത് തീറ്റ ആയിട്ടുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? ആർക്ക് സെഡ് വേണം. അപ്പൊ ആർക്ക് സെഡ് എത്രയാ വരിക? ആർക്ക് സെഡ് എന്താ പറഞ്ഞേക്കണം? ആർക്ക് സെഡ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞേക്കണം അല്ലേ? ആർക്ക് സെഡ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് സെഡ് എത്രയാ വരിക? -π/4 ആണ് വരിക അല്ലേ? അപ്പൊ റിയൽ പാർട്ട് റിയൽ പാർട്ട് അല്ല, റേഡിയസ് √2ഉം ആർക്ക് സെഡ് -π/4 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോളാർ ഫോം ഈസ് എങ്ങനെ വരും? പോളാർ ഫോം ഈക്വൽ ടു എന്ന് വരും. ആർ എത്രയാ? 2√2 അല്ലേ? അപ്പൊ √2 cos -π/4 പ്ലസ് I ഇൻറ്റു √2 sin -π/4. പോളാർ ഫോം ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. അപ്പൊ അത് കിട്ടി. നമ്മുടെ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഈ ലെവലിൽ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റുമോ നോക്കി നോക്കിയേ. നമുക്ക് ആൻസർ പറയാം, നോക്കി നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. തിരുവോണി എളുപ്പമുള്ള വഴി, പക്ഷെ അത് തിരുവോണിയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നോക്കി നോക്കാം. നമ്മുടെ പ്രോബ്ലം ഏതാ? 1 - I ആണ്. അപ്പൊ കോർഡിനേറ്റ് ചെയ്ത റിയൽ പാർട്ട് 1ഉം ഇമാജിനറി പാർട്ട് -1 ആണ്. അപ്പൊ എന്താ ഇത് ഇടേണ്ടത് എങ്ങനെയാ? ഇവിടെ 1, ഇവിടേക്ക് -1 അല്ലേ? ഇത് എക്സ് ആക്സിസ്, ഇത് ഒറിജിൻ, മുകളിലേക്ക് y, ഇത് x', ഇത് താഴത്തേക്ക് y'. 1 - 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പോയിന്റ് ഏതാ? ഇതാണ് നമ്മുടെ പോയിന്റ്. ഏത്? 1, ഇതിന്റെ ആറ് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ലല്ലോ. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ല 6. 1 - 1 ആണെങ്കിൽ 6 എത്രയാ വരിക നോക്കി നോക്കിയേ? √1² പ്ലസ് -1². ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും √2 ആണ്. ഇത് 1 - 1 ആണെങ്കിൽ ഈ ആംഗിൾ ഉണ്ടാക്കുന്നത് എത്രയാന്ന് കിട്ടും നമുക്ക്? കറക്റ്റ് നടുവിൽ കൂടിയല്ല, 90യുടെ നടുവിൽ കൂടിയല്ല പോണേ. 90യുടെ നടുവിൽ കൂടിയാ പോണെങ്കിൽ 90യുടെ പകുതി ആവേണ്ട ആംഗിള്. 90യുടെ ആംഗിൾ എത്രയാവും? അത് പകുതി 45 ആണ്. 45 π/4 എന്ന് എഴുതാം. ഇത് താഴത്തെ സൈഡിലേക്ക് കിടക്കണം, 4th ക്വാഡ്രന്റിൽ. അപ്പം ഇതിന്ന് ആർക്ക് സെഡ് -θ എന്ന് എഴുതുന്നത്. അപ്പൊ ജസ്റ്റ് ചിത്രം കണ്ടാലും ഈ 1 - I ആണെങ്കിൽ നമുക്ക് ആൻസർ എന്തെന്ന് എഴുതാൻ പറ്റും? നേരത്തെ എഴുതിയ പോലെ √2 cos -π/4 പ്ലസ് I ഇൻറ്റു √2 sin -π/4 എന്ന് ഒറ്റയടിക്ക് ഫിഗർ കണ്ടാലും നമുക്ക് എഴുതാൻ പറ്റും. 1 വേർഡ് ചോദിക്കുകയെ, അങ്ങനെ 1 മാർക്കിനെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് മതി. അല്ല 3 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. എന്നാലും 3 മാർക്ക് കിട്ടുള്ളൂ. ഇത് എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റിനെ വരുമ്പോഴേ ഇങ്ങനെ ചെയ്യാൻ പാടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം ഏതാ വേണ്ടേ? അടുത്ത പ്രോബ്ലം ഒക്കെ സിമ്പിൾ പ്രോബ്ലം ആണ്. 1 വേർഡിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പൊ 1 - I കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2i. കണ്ടു? 2iനെ നമുക്ക് എന്ത് ഫോമിൽ എഴുതണം? പോളാർ ഫോം. പോളാർ ഫോം എഴുതിയ ഉടനടി നമുക്ക് എന്തെന്ന് എഴുതും? r cos θ പ്ലസ് I ഇൻറ്റു r sin θ എന്ന് വേഗം എഴുതും. കണ്ടോ? ഇനി നമുക്ക് ഇതിനെ x+i y എന്ന് എഴുതിയാൽ എക്സും വൈയും കിട്ടുള്ളൂ. അപ്പൊ എക്സ് എത്രയാ? എക്സ് ഉണ്ട് അവിടെ? റിയൽ പാർട്ട് ഉണ്ടാ? ഇല്ല. അപ്പൊ എക്സ് 0 ആണ്. ഇമാജിനറി പാർട്ട് എത്രയാ? 2 ആണ്. അപ്പൊ അതിന്റെ r പറയേ r ഈക്വൽ ടു √(x² പ്ലസ് y² ആണ്. ഈക്വൽ ടു എത്രയാ വരിക? 0² പ്ലസ് 2² അല്ലേ? ഈക്വൽ ടു 0² പ്ലസ് 2². 2² 4 ആണ്. 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. അപ്പൊ എന്ത് കിട്ടി? 6 കിട്ടി. മോഡുലസ് കിട്ടി. ഇനി തീറ്റ കിട്ടണം.
തീറ്റ കിട്ടാൻ ഞാൻ സാധാരണ രീതിയിൽ എന്താ പറയാറ്, ഗ്രാഫ് ഇങ്ങനെ വരച്ച് തീറ്റ പൈ മൈനസ് തീറ്റ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും പറയണില്ല. കാരണം ഇതിന് എന്തില്ല, റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ എപ്പോഴാണ് ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കേസ് വരിക, ഏതെങ്കിലും ഒരു പ്രോബ്ലം റിയൽ പാർട്ട് ഇല്ലാതെ വരികയോ ഇമാജിനറി പാർട്ട് ഇല്ലാതെ വരികയോ ചെയ്യുന്ന കേസിൽ, അതായത് ഇമാജിനറി പാർട്ട് മാത്രമാവുകയോ അല്ലെങ്കിൽ റിയൽ പാർട്ട് മാത്രമാവുകയോ ചെയ്യുന്ന കേസിൽ ഏത് വരയ്ക്കണ്ട, ഇങ്ങനെയൊന്നും വരയ്ക്കണ്ട. പകരം നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മുടെ സാധാരണ ഗ്രാഫ് വരച്ചിട്ട് ഇത് എവിടെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ എക്സ് ആക്സിസ്, ഇവിടെ വൈ, ഇവിടെ എക്സ് ഡാഷ്, ഇവിടെ വൈ ഡാഷ് അല്ലെ. ഇനി ഇതിന് എക്സ് ഉണ്ട്, 0 ആണ്. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ 0 ആണ്. വൈയിൽ എത്രയാ എഴുതണ്ടേ, 2. അപ്പൊ 0 ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. വൈയിൽ എത്രയാ വേണ്ടേ, 2. അപ്പൊ നമ്മുടെ പോയിന്റ് എവിടെയാ റെപ്രസെന്റ് ചെയ്യണേ, ഇവിടെ റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ പോയിന്റ് ഏതാ, 0, 2 ആണ് ആ പോയിന്റ്. ആ പോയിന്റിലേക്ക് എത്താൻ ഇവിടുന്ന് എത്ര ആംഗിൾ ഉണ്ടാക്കി, 90 ആണ് ആംഗിൾ ഉണ്ടാക്കി. ഇവിടുന്ന് എടുക്കുമ്പോൾ പോസിറ്റീവും താഴത്തേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവ് എടുക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ 90 ആണ് ആംഗിൾ ഉണ്ടാക്കിയെന്ന് കിട്ടി. റേഡിയസ് എത്രയല്ല, ഇത് എത്രയാ, മോഡുലസ് എത്രയാ, 2 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ആർക്ക് സെഡ്, ഇത് ഫിഗർ ഒന്നും വരയ്ക്കാതെ തന്നെ ആർക്ക് സെഡ് നമുക്ക് എന്തെന്ന് പറയാം, 90 ഡിഗ്രിയാണ്. 90 എഴുതില്ല, പകരം എന്തെന്ന് എഴുതാം, π/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആറും കിട്ടിയിട്ടുണ്ട്, ആർക്ക് സെഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, 2 cos π/2 പ്ലസ് i × 2 sin π/2. ഉണ്ടോ, ആൻസർ കഴിഞ്ഞു. ഉണ്ടല്ലേ, ആൻസർ കഴിഞ്ഞു. ഇത് എളുപ്പമുള്ള വഴിയല്ലേ, നല്ല എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ -3i എങ്ങനെയാവും വരിക, അടുത്ത പ്രോബ്ലം -3i എങ്ങനെയാവും വരിക. ഫോർത്ത് പ്രോബ്ലം -3i. ഉടനടി എന്ന് എഴുതി, -3i = r cos θ പ്ലസ് i × r sin θ നമ്മൾ എഴുതി. കണ്ടോ, ഇവിടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എക്സും വൈയും കിട്ടണ്ടേ. അപ്പൊ എക്സ് എത്രയാ, എക്സ് ഇല്ല, അപ്പൊ അത് 0. വൈ ഇമാജിനറി പാർട്ട് എത്രയാ, -3. ഉടനടി r കണ്ടുപിടിച്ചു. r = √x² + y². ഫോമിൽ എഴുതണം, മറക്കരുത്. 0² പ്ലസ് -3യുടെ സ്ക്വയർ, -3യുടെ സ്ക്വയർ എടുത്താലും റൂട്ട് എടുക്കുമ്പോൾ എത്രയും വരിക, നമുക്ക് 3 തന്നെ അല്ലേ. അപ്പൊ 6 കിട്ടി. ഇനി എന്ത്, ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ, -3i എന്ന് പറയുമ്പോൾ അതിന് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞേ, ഗ്രാഫ് വരച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ ഗ്രാഫ് വരച്ചു, ഇവിടെ 0, ഇവിടെ എക്സ്, ഇവിടെ എക്സ് ഡാഷ്, ഇവിടെ വൈ, ഇവിടെ വൈ ഡാഷ്. ഇനി ഇതില് എത്രയാ വരണേ, -3i കിടക്കണേ. എക്സ് എത്രയാ, 0 ആണ്. അപ്പൊ ഇവിടെ ഒന്നും റെപ്രസെന്റ് ചെയ്യാനില്ല. അപ്പൊ ഇവിടെ ഒന്നുമില്ല. അല്ല, ഇവിടെ -3i എത്രയായിരിക്കാ വരിക, വൈ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് മൈനസ് ആണ്. അപ്പൊ -3. അപ്പൊ പോയിന്റ് ഏതാ, ഇതാ വരിക അല്ലെ, 0, -3. 0, -3 എന്ന് പറയുമ്പോൾ എക്സ് ആയിട്ട് എത്ര ആംഗിൾ ഉണ്ടായി കേൾക്കണേ, 90 ആണ്. പക്ഷെ എങ്ങടെ താഴത്തേക്കാണ് ആംഗിൾ അല്ലേ. അപ്പൊ എത്രയാവും ആർക്ക് സെഡ് വരിക, 90 തന്നെയാണ്. പക്ഷെ നെഗറ്റീവ് സൈഡിക്കാം. നെഗറ്റീവ് സൈഡിക്കാവുമ്പോൾ എന്തെന്ന് എഴുതണം, -π/2 കിട്ടി. ആറും കിട്ടി, ആർക്ക് സെഡും കിട്ടി. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം എന്താ വരിക, -3i = 3 cos -π/2 പ്ലസ് i × 3 sin -π/2. ഉണ്ടോ, ആൻസർ ആയി. ഉണ്ടോ. ഇനിയിപ്പോ ഒരു 2 വന്നു വിചാരിക്കും, കറക്റ്റ് ഒരു 2 വന്നു വിചാരിക്കും. ഇല്ല വേണ്ട, ഇവിടെ വന്നു വിചാരിക്കും, -2 വന്നു വിചാരിക്കും. അപ്പൊ -2 വന്നു കഴിഞ്ഞാൽ ആംഗിൾ എത്ര ഉണ്ടാക്കുക, ആംഗിൾ എത്ര ഉണ്ടാക്കുക, π ആംഗിൾ ഉണ്ടാക്കും. അപ്പൊ r എത്രയാ, 2 തന്നെ വരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്പർ 2 എന്ന് റെപ്രസെന്റ് ചെയ്ത 2,0 എന്ന് എനിക്ക് എഴുതി കഴിഞ്ഞാല് ഈ 2,0 എന്ന് പറഞ്ഞ 2 മാത്രം. അപ്പൊ അതിന്റെ പോളാർ ഫോം എങ്ങനെയാ എഴുതുക, അതിന്റെ r എത്രയാവും, 2 ആണ്. അപ്പൊ എങ്ങനെയാ വരിക, 2 cos എത്ര ആംഗിൾ അവിടെ ഉണ്ടാക്കണേ, π ഉണ്ടാക്കണേ. അപ്പൊ 2 cos π പ്ലസ് i sin π എന്ന് എഴുതിയ എന്തായി, 2ന്റെ പോളാർ ഫോം ആയി. ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഏത് നമ്പർ വന്നാലും അതിന് നമുക്ക് എന്തിലേക്ക് എഴുതാം, പോളാർ ഫോമിലേക്ക് എഴുതാൻ പറ്റും. നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ ഒരു 4-5 പ്രോബ്ലംസ് ആണ് ഞാൻ ടീച്ചർ ചെയ്യാൻ പോണേ. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. 6 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ക്വസ്റ്റ്യനും എന്തായാലും ചെയ്ത് നോക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളിത് റെഗുലർ ക്ലാസ് ഉണ്ടാവുമ്പോൾ എടുക്കില്ല.
അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പഠിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി 6th ക്വസ്റ്റ്യൻ ആണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ആ 6th ക്വസ്റ്റ്യൻ എന്ത് വരും? 1+i/1 - i. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ വേറൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ടൊരു ഡിവിഷൻ ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ റെഡിയാക്കി വരുമ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു പോളാർ ഫോമിലേക്ക് വരും. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ പ്രോബ്ലം. അപ്പോൾ അത് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ റാഷണലായിട്ട് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഒന്നും പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതിനെ മാറ്റി സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അറിയാം എങ്ങനെയാണ് പോളാർ ഫോമിൽ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കി 6 പ്രോബ്ലം ചെയ്യുക. എത്രയും വേഗം അവസാനിപ്പിക്കുക. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. 2 മിനിറ്റ് 3 മിനിറ്റ് വേണ്ടു. വേഗം നിങ്ങൾക്ക് അറിയാം. ഇത് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെ സോൾവ് ചെയ്യുക? -b + or - വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഇത് എത്രയാ? x² കോഎഫിഷ്യന്റ് 1 ആണ്. b അതാണ് ബിയുടെ എക്സിന്റെ കോഎഫിഷ്യന്റ്. c എത്രയാണ്? 9 അല്ലേ. അങ്ങനെയാണെങ്കിൽ x = നമ്മൾ പഠിച്ചിട്ടുണ്ട് -b + or - b² - 4ac / 2a. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. തന്നെ സെയിം, ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ബാക്കിയൊക്കെ നമുക്കറിയാം. 2 മാർക്കിനെ സ്ഥിരമായി ചോദിക്കുന്നത്. അപ്പോൾ -3 + or - √3² - 4 × a എത്രയാ? 1 ആണ്. c എത്രയാ? 9 / 2 × 1 അല്ലേ. അപ്പോൾ = -3 + or - √3² 9 4 × 9 36/2. ഈക്വൽ ടു എന്ന് വരും -3 + or - √9 - 36 എന്താ ചെയ്യാം? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ എത്ര വരിക? 36 9 പോയി 27. വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് എന്തെന്ന് വന്നു? -27/2. ഇതൊക്കെ എഴുതാൻ നമുക്കറിയാം. പക്ഷെ ഇവിടെയാണ് പ്രശ്നം വന്നത്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കിട്ടില്ല. സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറ്. ഇവിടെ അത് എഴുതാൻ പറ്റില്ല. കാരണം √(-1) എത്രയാന്ന് നമ്മൾ പഠിച്ചു? i ആണെന്ന് പഠിച്ചു. അപ്പൊ -√(-27) എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? √(-1) × √27 എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √(-1) ആണ് എന്തെന്ന്? i എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടുക? -3 + or - എങ്ങനെ എഴുതാം? ഇതിന് i √27/2. ആൻസർ കഴിഞ്ഞു. അപ്പൊ 2 റൂട്ടാണ്. എന്തെളുപ്പം അല്ലേ. സാധാരണ രീതിയിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് √2x² + x + √2 = 0. വേണ്ട, നേരത്തെ പ്ലസ് ഉള്ളതല്ലേ ചെയ്തത്. അപ്പൊ ഇത് മൈനസ് ഇരിക്കട്ടെ. √2 = 0. അപ്പൊ എങ്ങനെയാവും ചെയ്യാം? അതിന്റെ a എത്രയാ? √2 ആണ്. b എത്രയാ? എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര കിടക്കണേ? -1 ചിഹ്നം എടുക്കണം. c യുടെ കോഎഫിഷ്യന്റ് എത്ര കിടക്കുന്നേ? √2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x = -b ഫോമിൽ എഴുതാതെ കേട്ടോ. b² - 4ac / 2a എഴുതി. അപ്പൊ -b എത്രയാ? ബിയിലും ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അതാ മൈനസ് എഴുതിയില്ലെങ്കിൽ ഇവിടെ -1 ഒരു ആൻസർ ഇല്ലേ. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. ശ്രദ്ധിച്ച് ചെയ്തോളൂ. b². അപ്പൊ -1 × square - 4 × aയും cയും √2 ആണ്. √2 × √2 / 2 × എയുടെ സ്ഥാനത്ത് എത്രയാ? 2a അല്ലേ. അതും √2. അപ്പൊ എത്രയും കിട്ടുക? 2 നെഗറ്റീവ് വന്നപ്പോ +i +1i + or - √1 × square 1 - 4 × √2 × √2 4 × 2 / 2 √2 equal to 1 + or - √1 - 4 × 2 എത്രയാ? 8. അല്ലാതെ ഇവിടെ 1 - 4 - 3 ചെയ്യരുത്. കാരണം എന്താ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ മൈനസിലേക്കും പ്ലസിലേക്കും ഒക്കെ പോകാൻ പാടുള്ളൂ. അപ്പൊ / 2 √2. അപ്പൊ എന്ത് കിട്ടി? 1 + or - 1 - 8 എത്രയാ? -7/2 √2. അപ്പൊ √(-7) നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്? √-1 × √7 എഴുതാൻ നമുക്കറിയാം. √-1 എത്രയാ? i ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? ആൻസർ 1 പ്ലസ് ഓർ മൈനസ് i√7/2√2. ആൻസർ കഴിഞ്ഞു. കണ്ടോ? ഇനി ഇതേപോലെ ചെയ്യാൻ ഒരു 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്. ഇനി ഇതിലൊരു ചെറിയൊരു ആഡ് ചെയ്ത പോർഷൻ ഉണ്ട്, അതിപ്പോൾ എടുക്കണില്ല. നമുക്ക് ഫോക്കസ് പോയിന്റ് എങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അപ്പം എടുക്കാം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് ടോപ്പിക്. ഇപ്പം തൽക്കാലം അത് എടുക്കണില്ല, ഇതോടുകൂടി ചാപ്റ്റർ അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് എഴുതിയിരിക്കുക. √2x സോൾവ് വെറും 2x² + x + 1 = 0. അടുത്ത √5x² + x + √5 = 0. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.